ഹലോ, അങ്ങനെ നമ്മുടെ മുത്തശ്ശന് മുന്നിൽ നമ്മുടെ അബി പറയുകയാണ് എൻ ജ്വല്ലറിയിൽ മാനേജറായിട്ട് താൻ പണി ചെയ്യാൻ പോകുന്നു എന്ന കാര്യം. അപ്പൊ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ ജ്വല്ലറിയുടെ മാനേജർ നിനക്ക് നാണോ ഇല്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നവ്യ പറയുന്നുണ്ട്, എന്തിന് അങ്ങനെ ചെയ്യണം? എന്നാ പിന്നെ ഇവിടുത്തെ ജ്വല്ലറിയിൽ ജോലി കൊടുക്കണം. ഇവിടെ ജോലി കൊടുക്കത്തൂല, വേറെ ജ്വല്ലറിയിൽ ജോലിക്ക് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് എവിടെ തന്നെയായ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പുറത്ത് ആദർശ് പറയുന്നുണ്ട്, ഈ കള്ളക്കടത്ത് സ്വർണത്തിന്റെ കേസിലൊക്കെ അബി അറസ്റ്റിലായിട്ടുള്ളവന്, അങ്ങനെയുള്ളവനെ വിശ്വസിച്ച് മാനേജർ ആക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു ഉദ്ദേശമുണ്ട്, ഇതിന് പിന്നിൽ എന്തൊക്കെയോ കളികൾ വേറെ നടക്കുന്നുണ്ട് നയനെ എന്ന് നമ്മുടെ ആദർശ് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മുടെ കനക അബിനെ വിളിച്ച് പറയുന്നുണ്ട്, നീ എന്താ എൻ ജ്വല്ലറിയുടെ മാനേജർ ആകാൻ പോവുകയാണോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അബി പറയുന്നുണ്ട്, അങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അതങ്ങ് വലിച്ചീറി കളഞ്ഞേക്ക്, അല്ലെങ്കിൽ പൊന്നു മോനെ നീ വെള്ളം കുടിക്കും എന്ന് നമ്മുടെ കനക എടുത്തടിക്കും പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അബി ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് ഇങ്ങനെ പെട്ട അവസ്ഥയാട്ടോ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.